ഹായ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെൻറ്റ് ആണ്. എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെൻറ്റ്, കീ പോയിന്റ്സ് ടു റിമെമ്പർ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. കാരണം കേട്ടിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് ഒത്തിരി സമയമില്ലാന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 മിനിറ്റിൽ നമുക്ക് ഈ യൂണിറ്റ് ഫുൾ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ എന്താണ് ഗ്രോത്ത്? ഒരാളിൽ സംഭവിക്കുന്ന ഫിസിക്കൽ ചേഞ്ചസിനാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാം, ഒരു കുഞ്ഞു വാവ പിന്നീട് ഒരു അഡൾട്ട് ആകുമ്പോഴേക്കും കൈ വളരുന്നു, കാല് വളരുന്നു, ഹൈറ്റ് വെക്കുന്നു, വെയിറ്റ് വെക്കുന്നു, ഹെൽപ്പ് വെയിറ്റ് കുറയുന്നു, കൂടുന്നു. ഇതെല്ലാം ഫിസിക്കൽ ആസ്പെക്ട്സ് ആണ് അല്ലേ. അപ്പോൾ ഈ ഫിസിക്കൽ ആസ്പെക്ട്സിനെ എല്ലാം കൂടെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി ഡെവലപ്മെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫിസിക്കൽ ചേഞ്ചസ് മാത്രമാണോ സംഭവിക്കുന്നത്? അല്ല, നമ്മൾ മെന്റലി നമ്മൾ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്, ഇമോഷണലി ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്, സോഷ്യലി, മോറലി, ഇന്റലക്ച്വലി നമുക്ക് വരുന്ന കുറേ മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം പെടുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരു കുട്ടിക്ക് ഹൈറ്റും വെയിറ്റും ഒക്കെ നമുക്ക് അളക്കാൻ പറ്റും അല്ലേ. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് എപ്പോഴും മെഷറബിൾ ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. ഒരാൾ എത്രത്തോളം മെച്യൂർഡ് ആണ്, ഒരാൾ എത്രത്തോളം ഇമോഷണലി സ്ട്രോങ് ആണ് അല്ലെങ്കിൽ വീക്ക് ആണ് എന്നൊക്കെ പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അത് ക്വാളിറ്റേറ്റീവ് ആണ്. ഇനി നമുക്ക് ജനറലി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു കാര്യമാണ് ഗ്രോത്ത് ഇസ് ഈക്വൽ ടു ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഈസ് ഗ്രോത്ത് സെയിം ആസ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഈസ് ഗ്രോത്ത് കമ്മിങ് അണ്ടർ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണോ ഗ്രോത്ത്, ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഗ്രോത്തും ഡെവലപ്മെന്റും രണ്ടും രണ്ട് ഐഡിയാസ് ആണ്. ഗ്രോത്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു മദർ ടേമിന്റെ അടിയിൽ വരുന്ന ഒരു വൺ ഫാക്ടർ മാത്രമാണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ഡെവലപ്മെന്റ് ഒരിക്കലും ഗ്രോത്തിന്റെ ഭാഗമല്ല. സോ ഇതിങ്ങനെ പല രീതിയിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് മാത്രം മനസ്സിൽ വെക്കുക, ഗ്രോത്തും ഡെവലപ്മെന്റും സെയിം ആയിട്ട് യൂസ് ചെയ്യേണ്ട വേർഡ്സ് അല്ല. ഡെവലപ്മെന്റിന്റെ അടിയിൽ വരുന്ന ഒരു ടേമാണ് ഗ്രോത്ത്. ഓക്കെ. സോ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാനുള്ളത് ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഹെറിഡിറ്റി, എൻവയൺമെന്റ്, രണ്ട് ഫാക്ടേഴ്സ്. ഓക്കെ. ഹെറിഡിറ്റി, എൻവയൺമെന്റ്. ഹെറിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരാളുടെ ജീൻ എന്ന് പറയുന്നത് അയാളുടെ ടാലൻറ്റ്, അയാളുടെ ഹൈറ്റ്, വെയിറ്റ്, സ്കിന്ന്, പിന്നെ എന്താ ഇൻക്ലിനേഷൻസ്, അതായത് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നില്ല, അതൊക്കെ കുറേയൊക്കെ ജീൻസിൽ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, നമ്മുടെ ഫുട്ബോൾ പ്ലെയർ റൊണാൾഡോൻ്റെ മകനും അതേപോലെ തന്നെ കളിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അത് ആ ജീൻ കുറച്ച് കിട്ടാണ്ട് അത് പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ എന്ന് കരുതി പാടുന്നവരുടെ എല്ലാം മക്കൾ പാടുന്നു, ഡാൻസ് ചെയ്യുന്നവരുടെ എല്ലാം ഡാൻസ് ചെയ്യുന്നു, അങ്ങനെയല്ല. കുറച്ചൊക്കെ ടാലൻസും നമ്മുടെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നമ്മുടെ ജീനിൽ എൻകോഡഡ് ആണ്. ഇനി ഒരു കാര്യം നമ്മൾ രണ്ടാമതൊരു ഫാക്ടർ പഠിച്ചത് എൻവയൺമെന്റ് ആണ്. ഒരു കുട്ടി എക്സെപ്ഷണലി ഇന്റലിജന്റ് ആണ്, പക്ഷെ വീട്ടിൽ പേരൻസിന് നോക്കാൻ സമയമില്ല, പിന്നെ ഇൻക്രെഡിബ്ലി ഇന്റലിജന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബിഹേവിയറൽ പാറ്റേൺസിലൊക്കെ ഡിഫറൻസ് കാണിക്കുമ്പോൾ ഉടനെ ഇതെന്ത് ഈ കുട്ടി ഇങ്ങനെ കാണിക്കുന്നത്, അപ്പോൾ എപ്പോഴും ഇങ്ങനെ തളർത്തി കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടിക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ബാക്കോട്ട് പോകാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ എൻവയൺമെന്റും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. വളരുന്ന സാഹചര്യം എങ്ങനെയാണ്, പേരൻസിൻ്റെ ഇൻട്രാക്ഷൻ എങ്ങനെയാണ്, സ്കൂൾ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, സൊസൈറ്റി എങ്ങനെയാണ്, കൾച്ചറലി എങ്ങനെയുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വളരുന്നത്, ഇതൊക്കെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് ടേംസ് ഉണ്ട്. ഈ രണ്ട് ടേംസും നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റിന്റെ അടിയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ സെഫലോകോഡൽ. സെഫലോകോഡൽ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് എപ്പോഴും സംഭവിക്കുന്നത് ഹെഡ് ടു ടോ ആണ്. അതായത് ഒരു കുഞ്ഞു വാവനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴുത്തുറച്ചോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അല്ലേ. കഴുത്തുറച്ച്, തലയുറച്ച്, പിന്നീടാണ് നമ്മൾ താഴോട്ടേക്കുള്ള ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. മുട്ടയിൽ ആദ്യം നീന്താൻ പഠിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് നടക്കാൻ പഠിക്കുന്നു, പിന്നെയാണ് ഓടാൻ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഡെവലപ്മെന്റ് തലയിൽ നിന്ന് താഴോട്ടേക്കാണ് നടക്കുന്നത്. അതാണ് സെഫലോകോഡൽ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പിന്നെ നമ്മൾ പഠിക്കേണ്ട രണ്ടാമത്തെ വേർഡാണ് പ്രോക്സിമോഡിസ്റ്റൽ. ഈ പ്രോക്സിമോഡിസ്റ്റൽ എന്ന് വലിയ പേരൊന്നും കേൾക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡെവലപ്മെന്റ് സെൻട്രൽ നിന്ന് പെരിഫറിയിലോട്ടാണ് നടക്കുന്നത്. അതായത് ഒരു കുട്ടി ആദ്യം കൈ ആട്ടാൻ പഠിക്കുന്നു, പിന്നീടാണ് ഫിംഗേഴ്സ് മൂവ് ചെയ്യാനും അത് കോർഡിനേറ്റ് ചെയ്യാനും എഴുതാനും പേന പിടിക്കാനും ഒക്കെ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഡെവലപ്മെന്റിന്റെ പ്രോസസ്സിനെയാണ്, ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്രോക്സിമോഡിസ്റ്റൽ എന്ന പേരുകൊണ്ട് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റിൽ പഠിക്കേണ്ട ഒരു കാര്യം, ഡെവലപ്മെന്റ് എപ്പോഴും ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലോട്ടാണ് പോകുന്നത്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ വീണ്ടും പറയുകയാണെങ്കിൽ, കൈ ആട്ടാൻ പഠിച്ചതിന് ശേഷമാണ് വിരൽ മടക്കാനും വിരൽ കൊണ്ട് ഓരോന്ന് പിടിക്കാനും പിന്നീട് എഴുതാനും പഠിക്കുന്നത് അല്ലേ. അപ്പം ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പഠിച്ചതിൽ നിന്ന് കൈ ആട്ടുക എന്ന
അതിൽ നിന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് വിരലയിൽ നമ്മൾ പിന്നെ വിരൽ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നു അല്ലേ. അതേപോലെ ഇപ്പോൾ നമ്മൾ ലെറ്റേഴ്സ് ആദ്യം കുട്ടികൾ എന്തൊക്കെയോ ശബ്ദങ്ങൾ വെറുതെയുള്ള ശബ്ദങ്ങളാണ് വായി കൊണ്ടാക്കുന്നത് അല്ലേ. അത് കഴിഞ്ഞ് കുഞ്ഞു കുഞ്ഞു വേർഡ്സ് ഫ്രെയിം ചെയ്യാൻ പഠിക്കുന്നു, പിന്നെ അത് സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യാൻ പഠിക്കുന്നു, പിന്നീട് ആ സെൻറ്റൻസസ് വളരെ സ്പെസിഫിക് ആയിട്ട് ഇന്ന കാലഘട്ടത്തിൽ ടെൻസ് അല്ലേ, നമ്മൾ ഇന്ന കാലഘട്ടത്തിൽ റെഫർ ചെയ്യാനാണെങ്കിൽ ഇന്ന രീതിയിലാണ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് കുട്ടികൾ പഠിക്കണം. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയയിൽ നിന്നാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഐഡിയയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡിയയിൽ നിന്ന് ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയയിലോട്ട് വരുന്നു. അതുപോലെ തന്നെയാണ് ഡെവലപ്മെൻറ്റും. വളരെ ജനറൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിൽ നിന്നാണ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിലേക്ക് കുട്ടികൾ വരുന്നത്. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ അറ്റൻഷൻ വേണ്ടത് ചൈൽഡ്ഹുഡിലാണ്. കാരണം ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ചൈൽഡ്ഹുഡ് ഈ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ പിന്നെ ഇനി ഒരു ഡെവലപ്മെൻറ്റും ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇമോഷണലി നമ്മൾ കൂടുതൽ മെച്ചുവേർഡ് ആവുന്നു അല്ലെ, ഇൻ്റലക്ച്വലി കുറച്ചും കൂടെ അലേർട്ട് ആവുന്നു. അപ്പോൾ ഇതെല്ലാം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡെവലപ്മെൻറ്റ്. ഗ്രോത്ത് ഓൺ ദ അതർ ഹാൻഡ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇപ്പോൾ ഇന്ന വയസ്സെത്തുമ്പോൾ എനിക്ക് ഇത്ര വെയിറ്റ് വെക്കും, കുട്ടിക്ക് ഇത്ര വെയിറ്റ് വെക്കും, കുട്ടിക്ക് ഇത്ര ഹൈറ്റ് വെക്കും, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഡെവലപ്മെൻറ്റ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞൊരു വേർഡ് യൂസ് ചെയ്യുന്നില്ല മിക്കവാറും കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ. അതായത് ഇത്ര എത്തിക്കഴിയുമ്പോൾ കമിഴ്ന്ന് കിടക്കണം, പിന്നെ മുട്ടയെ നീന്തണം, പിന്നെ പിച്ച വെച്ച് നടക്കണം, പിന്നെ നടക്കണം, പിന്നെ ഓടണം, പിന്നെ ക്ലൈംബ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഓരോ ഏജിനും എന്തൊക്കെ മാറ്റങ്ങളാണ് കുട്ടികളിൽ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. സോ ഈ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്ന കാര്യം അത് നമ്മുടെ ഒരു പ്രഡിക്ഷൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് പ്രഡിക്റ്റബിൾ ആണെന്ന്. അപ്പോൾ ഇനി നമ്മൾ നോക്കാനുള്ളത് അതിൻ്റെ ടീച്ചിങ് ഇംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യം എന്താണ്, ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഹെറിഡിറ്റിയും എൻവയൺമെൻറ്റ് ആണ്. ഇപ്പോൾ ഹെറിഡിറ്റിയും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, പക്ഷെ നല്ലൊരു എൻവയൺമെൻറ്റ് ഒരു കുട്ടിക്ക് പഠിക്കാൻ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഈ 2 കാര്യങ്ങൾ ഒരു പരിധിക്ക് മേലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ക്ലാസ്സസ് എടുക്കാൻ വേണ്ടി. ഒരു കുട്ടി ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഇത്രയും പ്രൊഫിഷ്യൻ്റ് ആകുമ്പം മറ്റു കുട്ടികളും അതേ ലെവലിൽ തന്നെ ചെയ്യാൻ ബാധ്യസ്ഥരല്ലേ, അവർക്കും അത്രയും ആയിക്കൂടെ എന്ന് നമ്മൾ ചിന്തിക്കരുത്. കാരണം ഡെവലപ്മെൻറ്റ് ഓരോ കുട്ടിക്കും ഓരോ പേസിലാണ്, ഓരോ സ്പീഡിലാണ് നടക്കുന്നത്. പിന്നെ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ പരമാവധി ക്ലാസ്സുകളിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഏരിയ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ.